all, welcome to Varanda Rise Malayalam. I am Karthik. ഇന്നത്തെ നമ്മുടെ GS സെഷൻ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ GS സെഷൻ ഹിസ്റ്ററിയിലാണ്. അപ്പോൾ മിഡൈവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ബാക്കി കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള സെഷൻ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഈ ഒരു സെഷനിലേക്ക് വരിക. അവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോകാം. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എന്താണ് വരാന്ത റൈസിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്താണ് റൈസിനെ യുണീക്ക് ആക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ബേസിക് ക്ലാസ്സസിനോടൊപ്പം തന്നെ പ്രാക്ടീസ് സെഷൻസും ഉണ്ടായിരിക്കും. അത് ബേസിക് ലെവലിൽ നിന്നും എക്സ്ട്രീം ലെവൽ വരേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് ലെവലിൽ നമുക്ക് പ്രിലിംസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മുടെ എക്സ്പോഷർ എന്നുണ്ടെങ്കിൽ എക്സ്ട്രീം വരുന്ന സമയത്തേക്ക് നമുക്ക് മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് എത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് സൂപ്പർ ബാച്ചസ് ഉണ്ട്. എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന മുറയ്ക്കുള്ള ഫോക്കസ് ബാച്ചുകളുണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്രോഗ്രാംസ്, പിന്നെ ഇൻ്റർവ്യൂസ് ഉള്ള പോസ്റ്റുകൾക്കായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ വളരെ എക്സ്പേർട്ടായിട്ടുള്ള പാനൽസ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം തന്നെ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ SSC അതുപോലെ തന്നെ ബാങ്ക്, റെയിൽവേ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ എക്സാം റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഓഫ് ദ ഫോളോയിങ് ഹൂ ഹാഡ് റിബൽ എഗെയിൻസ്റ്റ് ദ മുഗൾ എംപറർ ജഹാംഗീർ? ഓക്കെ, ഓഫ് ദ ഫോളോയിങ് ഹൂ ഹാഡ് റിബൽഡ് എഗെയിൻസ്റ്റ് ദ മുഗൾ എംപറർ ജഹാംഗീർ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് നോക്കാം. അസഫ് ഖാൻ, ഖുറം, മഹബത്ത് ഖാൻ, ഖുസ്രോ. അപ്പോൾ 4 പേരാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ 4 പേരിൽ മുഗൾ എംപറർ ആയിട്ടുള്ള ജഹാംഗീറുമായിട്ട് റിബൽ ചെയ്തിട്ടുള്ള മീൻസ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ് താഴെ പറയുന്നവയിൽ ആരായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 1 and 2 ഓൺലി, പിന്നെ ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് 2 and 3 ഓൺലി, ഓപ്ഷൻ സി 2 and 4 ഓൺലി, ആൻഡ് ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് 2, 3, 4. അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? ഇത് ആക്ച്വലി UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? മുഗൾ എംപറർ ജഹാംഗീറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റീസ്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 and 4 ഓൺലി, അതായത് ഖുറം, അതുപോലെ തന്നെ മഹബത്ത് ഖാൻ ആൻഡ് ഖുസ്രോ. അതാണ് റൈറ്റ് ആൻസർ. ഈ 3 ആൾക്കാരുമാണ് ഈ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളവരിൽ ജഹാംഗീറുമായിട്ട് റിബൽ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജഹാംഗീർ, മുഗൾ എംപററായിട്ടുള്ള ജഹാംഗീറിനെ പറ്റിയിട്ട് കഴിഞ്ഞ സെഷനിൽ കണ്ടതായിരുന്നു. ഓക്കെ, അപ്പോൾ ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ 36ാമത്തെ വയസ്സിലാണ് മുഗൾ എംപയറിൻ്റെ റൂളറായിട്ട് വരുന്നത്. ഓക്കെ, 36 years. ഓക്കെ, ഇദ്ദേഹം അക്ബറിൻ്റെ എൽഡസ്റ്റ് സൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജഹാംഗീറിന് നാല് പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവരാരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഖുസ്രോ മിർസ, അതുപോലെ പർവേസ്, ഖുറം, അതുപോലെ ഷഹർയാർ എന്നിങ്ങനെ 4 പുത്രന്മാരാണ് ജഹാംഗീറിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഖുസ്രോ, അപ്പോൾ ഈ ഖുസ്രോ എന്ന് പറയുന്നത് ഈ ഖുസ്രോ മിർസ ജഹാംഗീറിൻ്റെ സണ്ണാണ്. അപ്പോൾ ആദ്യമായി ഫൈറ്റ് ചെയ്യുന്നത് ഖുസ്രോ മിർസയും അതുപോലെ ജഹാംഗീറും തമ്മിലുള്ള ഒരു റിബല്യനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിബല്യൻ അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ ജഹാംഗീർ ഖുസ്രോവിനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം അദ്ദേഹത്തെ ഇംപ്രിസൺ ചെയ്യുവാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ലാഹോറിൽ വെച്ചാണ് ജഹാംഗീർ ഖുസ്രൗവിനെ ഡിഫീറ്റ് ചെയ്യുകയും ശേഷം അദ്ദേഹത്തെ ഇംപ്രിസൺ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഖുസ്രൗ മിർസയെ എന്ത് ചെയ്യുന്നു, ജഹാംഗീർ ഡിഫീറ്റ് ചെയ്യുന്നു. എവിടെ വെച്ച് ഡിഫീറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലാഹോറിൽ വെച്ചാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. ശേഷം ഇംപ്രിസൺഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഖുസ്രൗ മിർസ അദ്ദേഹത്തിന് ജഹാംഗീറിന് ഓപ്പോസിറ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജാ മാൻസിംഗ് ആണ്. അപ്പോൾ ഖുസ്രൗ മിർസ ഹി വാസ് സപ്പോർട്ടഡ് ബൈ രാജാ മാൻസിംഗ്. ഓക്കെ, ഇപ്പോൾ രാജാ മാൻസിംഗിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു ബാറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഫൈറ്റിൽ അദ്ദേഹം ഏർപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തെ ലാഹോറിൽ വെച്ച് ജഹാംഗീർ ഡിഫീറ്റ് ചെയ്യുകയും പിന്നീട് ഇംപ്രസൺ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതിനുശേഷം ഖുറം. അപ്പോൾ 1623-24 കാലഘട്ടത്തിലാണ് ഖുറവും അതുപോലെ തന്നെ ജഹാംഗീറും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. ഓക്കെ, ഖുറം വേഴ്സസ് ജഹാംഗീർ. ഓക്കെ, 1623-24 കാലഘട്ടത്താണ് ആ ഒരു ഫൈറ്റ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫൈറ്റിലേക്ക് ഖുറം ഏർപ്പെട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൻ്റെയും ബംഗാളിൻ്റെയും പരമാധികാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തർക്കത്തിലാണ് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഖുറം റിബൽഡ് വിത്ത് ജഹാംഗീർ. എന്താണ് ആ ഒരു റീസൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോർ ദ കംപ്ലീറ്റ് സോവറിനിറ്റി ഓഫ് ബീഹാർ ആൻഡ് ബംഗാൾ. അപ്പോൾ ആ ഒരു ഫൈറ്റിൻ്റെ റിസൾട്ട് എന്തായി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ജഹാംഗീർ തന്നെ എന്ത് ചെയ്യുന്നു, വിക്ടോറിയസ് ആവുന്നു, അല്ലെങ്കിൽ ഖുറം അവിടെയും ഡിഫീറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ ഡിഫീറ്റ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ജഹാംഗീറിൻ്റെ തന്നെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ വളരെ ലോയലായിട്ടുള്ള ഒരു ഓഫീസർ, അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ജഹാംഗീർ ഖുറത്തെ അവിടെ ഡിഫീറ്റ് ചെയ്യുകയുണ്ടായത്. ഓക്കെ, അതിനുശേഷം 1627 ജഹാംഗീർ മരണമടയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജഹാംഗീർ മരണമടയുന്നത് 1627. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇവിടെ ജഹാംഗീറിൻ്റെ പുത്രനായിട്ടുള്ള ഷഹറിയാർ ഇദ്ദേഹത്തെ കിങ് ആക്കുവാൻ വേണ്ടിയിട്ട് നൂർജഹാൻ ട്രൈ ചെയ്യുകയുണ്ടായി. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ അവിടെ ഖുറം എന്ത് ചെയ്തു, ഈ ഒരു അസഫ് ഖാൻ, നമുക്കിവിടെ ഓപ്ഷനിൽ കാണാൻ സാധിക്കും, അസഫ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷഹറിയാറിനെ മർഡർ ചെയ്യുകയാണ് ചെയ്തത്. ശേഷം ഈ ഖുറം ത്രോൺ അല്ലെങ്കിൽ ആ ഒരു റൂളിംഗ് പവറിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ഖുറം എന്ന് പറയുന്നതാണ് നമുക്കറിയാം, ഖുറം ഇദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത് ഷാജഹാൻ. ഓക്കെ, അപ്പോൾ 1627 ജഹാംഗീർ മരണമടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫ് നൂർജഹാൻ എന്ത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഷഹറിയാർ, അവരുടെ പുത്രനായിട്ടുള്ള ഷഹറിയാറിനെ കിങ് ആക്കാനായിട്ട് ട്രൈ ചെയ്തു. ബട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസഫ് ഖാൻ്റെ ഹെൽപ്പോടുകൂടി ഷാജഹാൻ എന്ത് ചെയ്തു നോക്കി, ഷാജഹാൻ ഇൻ ദ സെൻസ് ഖുറം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹറിയാറിനെ മർഡർ ചെയ്യുകയാണ് ചെയ്തത്. ശേഷം ത്രോണിൽ അക്സഷൻ ചെയ്യുകയാണ് ചെയ്തത്, മീൻസ് റൂളറായി വന്നു. ഓക്കെ, ശേഷം അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഷാജഹാൻ. ഓക്കെ, അപ്പോൾ ഷാജഹാൻ്റെ റിയൽ നെയിം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ മുന്നേ CPO 2019 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഖുറം എന്നതാണ് അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം. ഓക്കെ, ഇവിടെ അസഫ് ഖാൻ എന്ന് പറയുന്നത് ഖുറത്തിൻ്റെ, അതായത് ഷാജഹാൻ്റെ ഫാദർ ഇൻ ലോ ആണ്. ഫാദർ ഇൻ ലോ. ഓക്കെ, അതുപോലെ നൂർജഹാൻ്റെ ബ്രദറാണ് ഈ അസഫ് ഖാൻ.
ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവരിൽ ജഹാംഗീറുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 2, 3 and 4. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ വാസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് താജ്മഹൽ? ഇത് AP പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, 2020 CGL-ന് ഡയറക്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താഴെ പറയുന്നവയിൽ ആരാണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നെങ്കിൽ ഇവിടെ ചീഫ് ആർക്കിടെക്ട് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ചീഫ് ആർക്കിടെക്ട് ഓഫ് താജ്മഹൽ. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അക്ബർ, ഓപ്ഷൻ ബി വന്നിരിക്കുന്നത് ഉസ്താദ് ഖലീൽ ഈസ, ദെൻ ഓപ്ഷൻ സി ഹുസൈൻ ഈസ ആൻഡ് ഓപ്ഷൻ ഡി വന്നിരിക്കുന്നത് അബ്ദുൽ ഹസൻ. ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ചീഫ് ആർക്കിടെക്ട് ഓഫ് താജ്മഹൽ ഏതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഉസ്താദ് ഖലീൽ ഈസ അല്ലെങ്കിൽ ഉസ്താദ് ഈസ. ഓക്കെ, അപ്പോൾ ഉസ്താദ് ഈസ അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ഉസ്താദ് അഹമ്മദ് ലാഹോരി എന്നാണ്, അല്ലെങ്കിൽ ഹി വാസ് ഓൾസോ നോൺ ആസ് ഉസ്താദ് അഹമ്മദ് ലാഹോരി. ഓക്കെ, അപ്പോൾ ഈ ഒരു താജ്മഹലിൻ്റെ കൺസ്ട്രക്ഷൻ അതിൽ ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഉസ്താദ് ഈസയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷന് കീ റോൾ വഹിച്ച ആൾക്കാർ 2 പേരാണ്. ഒന്ന് ഈ പറയുന്ന ഉസ്താദ് ഈസ, അതുപോലെ തന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഈസ എഫന്തി. എന്നിങ്ങനെയുള്ള 2 ആൾക്കാരാണ് കീ റോള് വഹിച്ചത്. ഓക്കെ, അപ്പോൾ താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഏതാണ്ട് 22 വർഷം എടുത്താണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, years. ഓക്കെ, 1631 തുടങ്ങി 1653 ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 22,000 ആൾക്കാർ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു പോയിൻ്റായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. വർക്ക് ഫോഴ്സ് ഓഫ് 22,000 പീപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഷാജഹാൻ. അദ്ദേഹം ആർക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തെന്ന് വെച്ചാൽ മുംതാസ് മഹൽ അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പോൾ മുംതാസ് മഹൽ അവരുടെ മറ്റൊരു പേര് കൂടി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അർജുമന്ദ് ബാനു ബീഗം. അർജുമന്ദ് ബാനു ബീഗം എന്നതാണ് അവരുടെ മറ്റൊരു പേര്. ഓക്കെ, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഈ ഒരു താജ്മഹലിനെ a tear drop on the cheek of eternity. A tear drop on the cheek of eternity എന്ന് വിളിച്ചത് അല്ലെങ്കിൽ എന്ന് ഡിസ്ക്രൈബ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? താജ്മഹലിനെ ടിയർ ഡ്രോപ്പ് ഓൺ ദ ചീക്ക് ഓഫ് എറ്റേണിറ്റി എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ അത് നല്ലൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ചീഫ് ആർക്കിടെക്ട് താഴെ പറയുന്നവരിൽ ആരാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഉസ്താദ് ഖലീൽ ഈസ അല്ലെങ്കിൽ ഉസ്താദ് അഹമ്മദ് ലാഹോരി. ഓക്കെ,
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് താരിഖ് ഐ ദിൽഖുഷ? ഓക്കെ, ഇത് CGL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. CGL 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താരിഖ് ഐ ദിൽഖുഷ. അപ്പോൾ ഇതിൻ്റെ ഓതർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ചരക, സുശ്രുത, ഭീംസേൻ, പാണിനി. ഏതായിരിക്കും റൈറ്റ് ആൻസർ? താരിഖ് ഐ ദിൽഖുഷ. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഭീംസേൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഭീംസേൻ. ഭീംസേൻ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ആരുടെ റെയിൻ പീരീഡിലുള്ള ഹിസ്റ്റോറിയനാണ് ഭീംസേൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഔറംഗസേബ്. റെയിൻ ഓഫ് ഔറംഗസേബ്. ഓക്കെ, അപ്പോൾ ഔറംഗസേബിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓൾറെഡി ഇത് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ എന്താണെന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MTSനും അതുപോലെ തന്നെ CHSLനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഔറംഗസേബ് റിസീവ് ചെയ്യുന്ന ടൈറ്റിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ആലംഗീർ എന്നായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ആലംഗീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേൾഡ് സീസർ എന്നാണ്. വേൾഡ് സീസർ. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടുള്ള ഷാജഹാനാണ്. ഓക്കെ, സോ ദ ടൈറ്റിൽ ഗിവൺ ബൈ ഷാജഹാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലിറ്റററി വർക്ക് അതൊന്ന് നോക്കി വയ്ക്കണം. താരിഖ് ഐ ദിൽഖുഷ. ഓക്കെ, അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് ഭീംസേൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫത്വ ഐ ആലംഗിരി. ഫത്വ ഐ ആലംഗിരി. അപ്പോൾ ആലംഗീർ എന്ന് പറയുന്ന ടൈറ്റിലുള്ള മുഗൾ എംപറർ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റും. ഫത്വ ഐ ആലംഗിരി ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. കാരണം നമുക്കിവിടെ ടൈറ്റിൽ കാണാൻ പറ്റും. ആലംഗീർ എന്നറിയപ്പെടുന്നത് ഔറംഗസേബാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഫത്വ ഐ ആലംഗിരി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അൽ ഫത്വ അൽ ആലംഗിരിയ, അതുമല്ലെങ്കിൽ അൽ ഫത്വ അൽ ഹിന്ദിയ. അപ്പോൾ ഈ മൂന്നും കണ്ടു കഴിഞ്ഞാൽ അവിടെ നമുക്ക് തെറ്റിപ്പോവേണ്ട അവസ്ഥ വരരുത്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഫത്വ ഐ അലംഗിരി അല്ലെങ്കിൽ അൽ ഫത്വ ഐ അലംഗിരിയ അല്ലെങ്കിൽ അൽ ഹിന്ദിയ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആരുടെ വർക്കാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഔറംഗസേബിൻ്റെ തന്നെയാണ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഒരു മുസ്ലിം ലോസ് എല്ലാം പറയുന്ന ഒരു ഡൈജസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഡൈജസ്റ്റ് ഓഫ് മുസ്ലിം ലോസ്. ഓക്കെ, ഇതിൽ മെയിനായിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഗൾ എംപയറിൽ ഫോളോ ചെയ്തു വന്നിരുന്ന പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ മിലിറ്ററി സ്ട്രാറ്റജീസ്, എക്കണോമിക് പോളിസി, എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്തിക്സ്, അതുപോലെ ജസ്റ്റിസ്, പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ എക്കണോമിക് പോളിസി, മിലിറ്ററി സ്ട്രാറ്റജീസ്, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വർക്കിൽ
ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഔറംഗസേബ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലിനെ പറ്റി പറഞ്ഞു, ആലംഗീർ. അത് മാത്രമല്ല, അദ്ദേഹത്തെ മറ്റ് പേരിലും അറിയപ്പെട്ടിരുന്നു. അതായത് സിന്ദാപീർ, മറ്റൊരു റെക്കഗ്നിഷനാണ് സിന്ദാപീർ, അല്ലെങ്കിൽ സിന്ദ ഫക്കീർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഭിക്ഷു എന്ന രീതിയിലാണ് അദ്ദേഹം ജീവിച്ചു വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സിന്ദ പീർ അല്ലെങ്കിൽ സിന്ദ ഫക്കീർ എന്ന് പറയുന്നത്. ഹി ലീവ്ഡ് ലൈക്ക് എ ഫക്കീർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മുഗൾ ആർക്കിടെക്ചർ അണ്ടർ ഔറംഗസേബ്? ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഔറംഗസേബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്താ പറയുക ആർക്കിടെക്ചർ അല്ലെങ്കിൽ മോണുമെൻറ്റ്? താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ മോത്തി മസ്ജിദ് ഡൽഹി, അതുപോലെ തന്നെ താജ്മഹൽ ആഗ്ര, ജമാ മസ്ജിദ് ഡൽഹി ആൻഡ് കുത്തബ് മിനാർ ഡൽഹി. അപ്പോൾ ഇതായിരിക്കും റൈറ്റ് ആൻസർ. ഔറംഗസേബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഔറംഗസേബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോണുമെൻ്റ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ മോണുമെൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മോത്തി മസ്ജിദ്. ഓക്കെ, അപ്പോൾ മോത്തി മസ്ജിദ് മാത്രമല്ല, ബാദഷാഹി മോസ്ക്, അതുപോലെ തന്നെ ബീബി കാ മക്ബാര, ഇതെല്ലാം ഔറംഗസേബുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഗൾ ആർക്കിടെക്ചറൽ മോണുമെൻറ്റുകളാണ്. ഓക്കെ, ഇതിൽ ബീബി കാ മക്ബാര അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ മെമ്മറിക്കായിട്ട് പണിത ഒരു മോണുമെൻ്റ് ആണ്. ഓക്കെ, മെമ്മോയർ ഓഫ് ഹിസ് വൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മനസ്സിലാക്കി വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിൽറാസ് ബാനു ബീഗം. ദിൽറാസ് ബാനു ബീഗം എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ബീബി കാ മക്ബാര. അപ്പോൾ ഈ ഒരു മോണുമെൻറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഔറംഗസേബ്സ് കോൺജുഗൽ ഫിഡിലിറ്റി. അപ്പോൾ താഴെ പറയുന്ന മോണുമെൻറ്റിൽ ഏതിനെയാണ് സിംബൽ ഓഫ് കോൺജുഗൽ ഫിഡിലിറ്റി എന്നറിയപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ബീബി കാ മക്ബാരയാണ്. ഓക്കെ, അപ്പോൾ ഔറംഗസേബ്സ് കോൺജുഗൽ ഫിഡിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പിലെ ലോയൽറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ലോയൽറ്റി ഇൻ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഈ ബീബി കാ മക്ബാരയ്ക്ക് മറ്റൊരു റെക്കഗ്നിഷൻ ഉണ്ട്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. താജ് ഓഫ് ഡക്കാൻ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബാരയാണ്. താജ് ഓഫ് ഡക്കാൻ, താജ് ഓഫ് ഡക്കാൻ എന്നറിയപ്പെടുന്നതും ബീബി കാ മക്ബാരയാണ്. ഓക്കെ, അപ്പോൾ ഇതും മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, MTS-ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. MTS-ന് ചോദിച്ച ക്വസ്റ്റ്യനാണത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഹൂം ഔറംഗസേബ് ബെസ്റ്റൗഡ് അപ്പോൺ ദ ടൈറ്റിൽ ഓഫ് സഹിബത്ത് ഉസ് സമാനി. അപ്പോൾ സഹിബത്ത് ഉസ് സമാനി, അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ആർക്കാണ് ഔറംഗസേബ് സമ്മാനിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ആക്ച്വലി UPSCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, 2014 ചോദിച്ച ക്വസ്റ്റ്യനാണ്.
അപ്പോൾ ആ ടൈറ്റിൽ ഒന്ന് നോക്കി വെച്ചേക്കുക, സഹിബത്ത് ഉസ് സമാനി. അപ്പോൾ ഔറംഗസേബ് ഇത് ആർക്കാണ് സമ്മാനിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ സൈസ്ത ഖാൻ, അമീൻ ഖാൻ, ജഹൻ ആര, റോഷൻ ആര, ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്, ജഹൻ ആരയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ജഹൻ ആര എന്ന് പറയുന്നത് ഷാജഹാൻ്റെ ഡോട്ടറാണ്, ഔറംഗസേബിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവർക്ക് സമ്മാനിച്ച ഒരു ടൈറ്റിലാണ് ഈ പറയുന്ന സഹിബത്ത് ഉസ് സമാനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔറംഗസേബിനെ പറ്റി നമ്മൾ പറഞ്ഞ സമയത്ത് ഒരു പോയിന്റ് നമ്മൾ പറയാൻ വിട്ടത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി, അതായത് 1675 ഒരു ഇൻസിഡൻ്റ് ആണ്. നമ്മൾ ഇതിന് മുന്നേ തന്നെ ഗുരു അർജൻ ദേവിനെ എക്സിക്യൂട്ട് ചെയ്ത റൂളർ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ മുന്നേയുള്ള സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചായിരുന്നു ജഹാംഗീർ, 5ാമത്തെ സിഖ് ഗുരു. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ സിഖ് ഗുരു, സിഖ് ഗുരു, അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്തത് ആരാണെന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഔറംഗസേബാണ് റൈറ്റ് ആൻസർ. ഓക്കെ, എക്സിക്യൂട്ടഡ് നയൻത് സിഖ് ഗുരു, ഗുരു ബഹാദൂർ എക്സിക്യൂട്ട് ചെയ്തത് ഔറംഗസേബാണ്. അപ്പോൾ ആ ഒരു ഇയർ നോക്കുവാണെങ്കിൽ 1675 ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1679 അദ്ദേഹം ജസിയ റീഇംപോസ് ചെയ്തു, റീഇംപോസ്ഡ് ജസിയ. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്, റീഇംപോസ്ഡ് ജസിയ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ മുഗൾ എംപയർ അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ ചെയ്തിട്ടുള്ള സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടുപോകുക. അപ്പോൾ അപ്കമിങ് എക്സാംസിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരേക്കും ബൈ.